UDF-ന്റെ നയമാണ് പറഞ്ഞത്. അത് ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? ഞാനിപ്പോൾ പറഞ്ഞത് UDF-ന്റെ നയമാണ്. അതായത് കഴിഞ്ഞ LDF ഗവൺമെന്റ് ആണ് ഈ PMC പദ്ധതിയുമായി ഒപ്പിടാൻ പോയതും ഒപ്പിട്ടതും. ഒപ്പിട്ട ആളിനെ കുറിച്ചൊന്നും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എങ്കിലും അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറിയാണ് രഹസ്യമായോ പരസ്യമായോ, ഏതായാലും ഇത് രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഗവൺമെന്റുമായി കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ഒപ്പിടാൻ പോയത് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. ആ വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പിട്ടത് ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ അന്നത്തെ ഗവൺമെന്റ്, അന്ന് ഏത് ഗവൺമെന്റാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, LDF ഗവൺമെന്റാണ്. LDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഇതിന് ഒപ്പിട്ടിട്ടുള്ളത്. അല്ല, ഞാനത് പറഞ്ഞല്ലോ. അത് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഞാൻ പറഞ്ഞത് ആ ചോദ്യത്തിന് മറുപടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു, MOU ഒപ്പിട്ടു. ആ MOU ഒപ്പിട്ടു എങ്കിലും ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ തീരുമാനിക്കും. MOU ഒപ്പിട്ടതിന് ശേഷം പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ വരാണെങ്കിൽ അറബിക്കടലിൽ വലിച്ചെറിയുമെന്നാണ് പറഞ്ഞത്. ഈ ഒപ്പിട്ടതിന് ശേഷം പറഞ്ഞത് അല്ല, PMCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ച എന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും. അത് പിന്മാറാൻ പറ്റില്ലല്ലോ. അതെ, കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു MOU സൈൻ ചെയ്തതിന് ശേഷം, അതല്ലെങ്കിൽ അന്ന് സൈൻ ചെയ്യാൻ പോകരുത്. അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലും അന്നത്തെ ഗവൺമെന്റ് എന്നുള്ള നിലയിലും LDF ഗവൺമെന്റ് കൊടുത്ത നിർദ്ദേശം അനുസരിച്ചാണ് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറി ഈ MOU ഒപ്പിട്ടത്. അത് നടപ്പാക്കുക. അത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ലഭ്യമാകുന്ന ഫണ്ട് എവിടെയൊക്കെ വിനിയോഗിക്കണം എന്നതിനെക്കുറിച്ച് UDF തീരുമാനിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കൺവീനറടക്കം ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് PMC പദ്ധതി നടപ്പിലാക്കില്ല. അന്നത്തെ സർക്കാരിനെ ആരോപണത്തിന്റെ മുൾവിലയിൽ UDF കോൺഗ്രസ് നിർത്തിയത് ഈ പദ്ധതിയെ ചൊല്ലിയാണ്. അതേ പദ്ധതി തുടരി വന്നാണ് ഇപ്പോഴത്തെ കൺവീനർ പറയുന്നത്. അല്ല, അത് തെറ്റിദ്ധരിക്കണ്ട. അന്നത്തെ UDF അല്ല, അന്നത്തെ LDF-ൽ തന്നെ ഉള്ള CPI ആണ്. അത് മറന്നുപോയോ? CPI ആണ് ഇതിനെതിരെ ശബ്ദമുയർത്തിയത്. ആ ശബ്ദമുയർത്തിയെങ്കിലും എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിൽ തന്നെ ഉണ്ടായ അവസരങ്ങൾ അത് മറച്ചുവെക്കാൻ വേണ്ടി ശ്രമം നടത്തിയതാണ്. വിദ്യാഭ്യാസങ്ങളുടെ കാവ്യവൽക്കരണം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ എങ്ങനെയാണ് UDF ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ പോകുന്നത്? അല്ല, അത് പറഞ്ഞല്ലോ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എവിടെ ഇത് നടപ്പാക്കണം എന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ അതാത് ഗവൺമെന്റ് എടുക്കാം. ആ റിപ്പോർട്ടിലൂടെ വരണം. ആ റിപ്പോർട്ടിലൂടെ വന്നതിന് ശേഷമായിരിക്കും എവിടൊക്കെയാണ്, ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനിക്കുന്നത്. ഏതാ? അതെ, സ്കൂളുകൾ തീരുമാനിക്കും. ഇല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതായത് MOU ഒപ്പിട്ടത് LDF ഗവൺമെന്റാണ്. LDF ഗവൺമെന്റ് ഒപ്പിട്ടതിനെയാണ് അന്നത്തെ മുൻ LDF മുന്നണിയിലുള്ള CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിനെ എതിർത്തത്. അവരായിരുന്നു അന്ന് എതിർപ്പ് പ്രകടിപ്പിച്ചത്. പക്ഷെ ആ എതിർപ്പ് പ്രകടിപ്പിച്ചു എങ്കിലും അത്
അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അന്ന് ചെയ്തത്. പക്ഷേ കൺവീനറെ സെൻട്രൽ ഗവൺമെന്റ് തന്നെ പറഞ്ഞ കരാറിൽ ഏർപ്പെട്ടിട്ടില്ല എന്നാണ് രേഖാമൂലം കൊടുത്ത മറുപടി. നോ 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 ഗവൺമെന്റ് ഇന്നലെ പാർലമെന്റിൽ ജബി മേത്തർ ഉന്നയിച്ച ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ആ ഉത്തരത്തിന്റെ ഒന്ന് പറഞ്ഞ കാര്യം ഒന്ന് പറയാം. എല്ലാം മീഡിയ മുഴുവൻ വന്നല്ലേ ഇന്ന്? അല്ലല്ല, അത് വന്ന കാര്യം അങ്ങ് തന്നെയാണ് ഇവിടെ ഉന്നയിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഈശ്വരൻകുട്ടി മുൻ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഇതിൽ പിന്മാറുന്നതിൽ പ്രശ്നമില്ല. അങ്ങനെയാണ് LDF ഇതിനെ കഴിഞ്ഞ കാലത്ത് സമീപിച്ചത്. അതായത് പിന്മാറിയില്ലെങ്കിൽ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തുകൊണ്ട് UDF ആ നിലപാട് ഈ RSS വിരുദ്ധ നിലപാടെന്ന രീതിക്ക് എടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നത്. അല്ല, LDF അന്നത് പിന്മാറാൻ വേണ്ടി അല്ലല്ലോ രഹസ്യമായി പോയി ഒപ്പിട്ടത്. LDF പോയി അന്ന് LDF ഗവൺമെന്റ് ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി പോയി MOU ഒപ്പിട്ടത്. അത് MOU ഒപ്പിട്ടത് രഹസ്യമായി പോയി ചെയ്തതല്ല. ആ MOU ഒപ്പിടാൻ പോയത് ഒരു ഗവൺമെന്റ് നിർദ്ദേശാനുസരണമാണ് പോയത്. അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാന്യായ ശ്രീ ശിവൻകുട്ടിയായിരുന്നു. അദ്ദേഹം അത് ചെയ്തതിന് ശേഷമാണ് അന്നത്തെ LDF-ൽ തന്നെ ഈ വിഷയങ്ങൾ ഉണ്ടാവുകയും ആ വിഷയങ്ങൾ ഉന്നയിച്ചതിന് ശേഷം അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമം നടത്തി. ഈ കൺവീനർ പറയുന്നത് 2 മാസത്തിന് മുൻപുള്ള കഥയാണ് അധികവും പറയുന്നത്. കാരണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ആ പോളിസി നടപ്പിലാക്കുന്ന തരത്തിലുള്ള വിമർശനമാണ് വന്നത്. ആ പറഞ്ഞ അതിപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരു കരാറ് ഈ സംഘപരിവാർ അജണ്ടയാണ് നടപ്പിലാക്കാൻ പോകുന്നത് നിങ്ങൾ വിമർശിച്ച അതേ പദ്ധതിയുമായി നിങ്ങൾക്ക് എങ്ങനെ ഈ പറഞ്ഞ നയപരമായ ഒരു കാര്യമില്ല, അങ്ങനെ മുന്നോട്ട് പോകുന്നതിന് എന്ത് ന്യായീകരണമാണ് UDF പറയുന്നത്? പിന്നെ ആ കരാർ ഒപ്പിട്ടത് കഴിഞ്ഞ സർക്കാരാണ്, കരാർ നടപ്പിലാക്കിയില്ല. കരാറിൽ നിന്ന് പിന്മാറുന്നു എന്ന് അന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും ഇതുവരെ നടപ്പിലാക്കിയിട്ടുമില്ല. എന്തുകൊണ്ട് നടപ്പിലാക്കാതിരുന്നുകൂടാ? എന്തുകൊണ്ട് അതുമായി മുന്നോട്ട് പോകാൻ UDF തയ്യാറാവുന്നതാണ് ചോദ്യം. അല്ല, അതിന് മറുപടി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയാം. 2 മാസം മുമ്പോടെ കാര്യമാണ്. അതെ, അല്ലേ, 2 മാസത്തിന് മുമ്പാണ് പോയി ഒപ്പിട്ടത്, രഹസ്യമായി ഒപ്പിട്ടു. അത് പുറത്തു വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു എന്നുള്ളത് സത്യാവസ്ഥയാണ്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭ്യമാകുന്ന ഫണ്ട് പലതരത്തിലും, ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൽ നിന്നും നമുക്ക് അവകാശപ്പെട്ട ഫണ്ടുകളുണ്ട്. ആ ഫണ്ടുകൾ ഏറ്റുവാങ്ങുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല. അത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന ചില പദ്ധതിയിൽ അനുസരിച്ച് ആ പദ്ധതി നമുക്കിവിടെ പ്രയോജനപ്രദമാണോ എന്ന് മാത്രം നോക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ഫണ്ട് ഏറ്റുവാങ്ങുവാൻ വേണ്ടിയുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും. ഫണ്ട് കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇല്ല, അത് അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലയോ? അതങ്ങ് നോക്കിയാൽ മതി. അല്ല, ഈ ഫണ്ട് കിട്ടാൻ വേണ്ടിയല്ല, കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഒരു സംസ്ഥാനത്തിന് ലഭ്യമാകേണ്ട വിവിധ മേഖലകളിൽ നിന്ന് ലഭ്യമാകേണ്ട ഫണ്ടുകളുണ്ട്. അത് ആരുടെ ഔദാര്യമായി കിട്ടുന്നതല്ല. അത് കേന്ദ്ര ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഓരോ സംസ്ഥാനത്തിനും നൽകുന്ന ഫണ്ട് എന്നുള്ള നിലയിൽ അത് ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഉത്തരവാദിത്വമാണ്. ചേട്ടൻ ഇപ്പൊ പറഞ്ഞ കറക്റ്റാണ്, പക്ഷെ നേരത്തെ LDF ഒപ്പിട്ടത് കൊണ്ട് വാങ്ങിക്കുന്നു എന്നുള്ള പറഞ്ഞ് തെറ്റാണ്. അവർ നടപ്പിലാക്കിയിട്ടില്ല. രണ്ടാമത് LDF ഒപ്പിട്ടതിന് ശേഷം UDF പറഞ്ഞത് നിങ്ങൾ വരാണെങ്കിൽ അറബിക്കടലിൽ വലിച്ചെറിയുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ കറക്റ്റാണ്. കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് സംസ്ഥാന ഗവൺമെന്റ്, അതെ, കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ഏതൊക്കെ ഫണ്ടുണ്ടെങ്കിലും ആ ഫണ്ടുകൾ ഏറ്റുവാങ്ങും. ഇപ്പം ഞാനും മന്ത്രിയായി പ്രവർത്തിച്ച ഒരാളാണ്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഓരോ മേഖലകളിലും കിട്ടാനുള്ള ഫണ്ടുകൾ അതാത് മേഖലകളിൽ നിന്ന് ഏറ്റുവാങ്ങുവാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള ഫണ്ട് ആരുടെ ഔദാര്യമല്ല, അത് സംസ്ഥാനത്തിന്റെ അവകാശമാണ് എന്നുള്ള നിലയിൽ തന്നെ അക്കാര്യങ്ങൾ മുമ്പോട്ട് പോകും.
ഇല്ല അത് തെറ്റാണ് ചെയർമാൻ അപ്പൊ പറഞ്ഞത്. ഫണ്ട് കിട്ടാതിരുന്ന കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ അകത്ത് ഈ പദ്ധതി ഒപ്പിട്ടിട്ടും മുന്നോട്ട് കൊണ്ടുപോകാത്തതിന്റെ പേരിൽ 99 കോടി രൂപ മാത്രമാണ് കിട്ടിയത്. ബാക്കി ഫണ്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ബാക്കി ഫണ്ട് വേണ്ട എന്ന് വീണ്ടും ഒരു കത്തയച്ചതുമാണ് തടഞ്ഞു വെച്ചത്. ഇപ്പോൾ ഈ ഫണ്ടിന് വേണ്ടി മാത്രമാണെന്ന് പറയുമ്പോൾ എൽ ഡി എഫ് ഒപ്പിട്ടത് കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്നത് അല്ല, അങ്ങയുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇത് അതുകൊണ്ട് അവിടെ തടഞ്ഞു വെച്ചു എന്നോ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞു എന്നും പറയുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുന്നതാണ് നല്ലത്. ഈ വീതി കുറഞ്ഞ മദ്യം ഇനിയിപ്പോ യുഡിഎഫില് ചർച്ചയില്ല, അതോ നേരത്തെ ഉപസമിതി നേരെ സർക്കാർ നിർദ്ദേശം കൊടുക്കണം. അല്ല, അത് പറഞ്ഞല്ലോ. അതേക്കുറിച്ച് UDF ചർച്ച ചെയ്യും. UDFന്റെ ഉപസമിതി കൂടി തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങൾക്ക് ശേഷമായിരിക്കും അത് നടപ്പാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇല്ല, തീരുമാനം എടുത്തിട്ടില്ല. ആ തീരുമാനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും. ഏതാ? ഇല്ല, അത്തരം കാര്യങ്ങളൊക്കെ വരാൻ പോകുന്ന ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. ആ തീരുമാനങ്ങൾ എല്ലാം തന്നെ നിങ്ങളെ കൂടി അറിയിക്കുന്നതാണ്. അല്ല, ഏതായാലും ഒഴിവുകൾ ഉള്ള സ്ഥാനം ഏതൊക്കെയെന്ന് പരിശോധന നടത്തിയതിനു ശേഷം അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഈ പ്രതിമാസ യുഡിഎഫ് യോഗങ്ങളെ ഈ അജണ്ട മുൻകൂട്ടി ഘടകകക്ഷികൾക്ക് കൊടുക്കും, അതോ അപ്രതീക്ഷിതമായി വരുന്ന അജണ്ടകൾ? അല്ല, അതൊക്കെ ചിലപ്പോൾ അജണ്ട നേരത്തെ കൊടുക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ പോലെ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചില വിഷയങ്ങൾ ഉണ്ടായാൽ ആ വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടി വരും. ആ ചർച്ച ചെയ്യേണ്ടതിന് നേരത്തെ കാലം കൂട്ടി ഇന്നതാണ് എന്ന് പറയാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. ഇന്നത്തെ വളരെ വരുന്ന വിഷയങ്ങൾ ധാരണയുണ്ടായിരുന്നാണല്ലോ. പക്ഷെ അജണ്ട തവണ ഒന്നും ഘടകകക്ഷികൾക്ക് ഭരണത്തിൽ വന്ന ശേഷം കൊടുത്തില്ല എന്നൊരു വിവരം ഉണ്ടായിരുന്നു. ഏതായാലും അല്ലെ, എന്റെ ശ്രദ്ധയിലൊന്നും പെട്ടില്ല. കൺവീനർ എന്നുള്ള നിലയിൽ യോഗം വിളിക്കാൻ പറഞ്ഞു. ചെയർമാൻ യോഗം ഇന്ന ദിവസം കൂടണം, 11 മണിക്ക് നമുക്ക് കൂടിക്കളയാം എന്ന് അറിയിച്ചതനുസരിച്ച് എല്ലാവരെയും അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഘടകകക്ഷികളിൽ നിന്ന് ആരും തന്നെ അങ്ങനെ ഒരു പരാതി രൂപത്തിൽ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പ്രതിമാസ യോഗം ചേരാൻ മുഖ്യമന്ത്രി സമ്മതിച്ചോ? എന്തായാലും അതിലെ ഞാൻ തീരുമാനം പ്രഖ്യാപിച്ച് പറയല്ലേ. പ്രതിമാസ യോഗം ഞങ്ങൾ കൂടിയിരിക്കും. ഓണത്തിന് ശേഷം ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ നടത്തിയിരിക്കും.